ഒരു മുഖ്യമന്ത്രിയുടെ തല അറക്കും എന്നും ആ അറത്ത തല കൊണ്ട് തെരുവിൽ നൃത്തം ചെയ്യും എന്നും ഭീഷണി. എ സമ്പത്ത് പറയുന്നു അസഹിഷ്ണുതയും ഭീഷണിയും രാജ്യത്ത് വലിയ തോതിൽ വർദ്ധിക്കുന്നുവെന്ന്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തില് നരേന്ദ്രമോദിയെ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞൊരു പ്രസംഗം നടത്തി. ഞങ്ങൾ ആരും അതുമ്പൊക്കെ പിടിച്ചൊന്നും നടന്നില്ല. അതേ പക്വതയില്ലാത്തവർ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ പറഞ്ഞത് അത് കാര്യമായിട്ട് എടുക്കണ്ട, നിയമപരമായിട്ട് പോലീസ് കേസെടുക്കട്ടെ, അതും ഒരു പ്രചരണമായിട്ട് നടക്കണ്ടെന്നാണ് BJP തീരുമാനിച്ചത്. പിന്നെ കേരളത്തിലെ ഈ കർണാടക അടുത്താണ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് വെള്ള വിരിച്ച് കടത്തും, മോർച്ചറി കയറ്റും എന്നൊക്കെ പ്രസംഗിക്കുന്നത് അവിടുത്തെ കർണാടകത്തിലെ രാഷ്ട്രീയക്കാരും കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറഞ്ഞതായിരിക്കും. ഇത് പാർട്ടിയുടെ നയമല്ല. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പറയുന്നത് പോലെ ഏതോ നിരുത്തരവാദപരമായിട്ടുള്ള ഏതോ നേതാവ് പ്രസംഗിച്ച അവസരത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അത് BJPയുടെ ശ്രീ ജോർജ് കുര്യൻ, അത് BJPയുടെ ആ ദൃശ്യങ്ങൾ ഇടപെടുകയാണ്. താങ്കൾ അത് പറഞ്ഞത് കൊണ്ടതാണ് ആ പുറക് BJPയുടെ പതാക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അംഗീകരിച്ചിട്ടുള്ള പതാകയാണ് ആ പുറകിൽ, ആ നേതാവിന്റെ പുറകിൽ പാറിക്കളിക്കുന്നത്. കാരണം അവിടുത്തെ BJP നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു. വെള്ളം പിടിച്ച് കടത്തുമെന്ന് പറയുമ്പോൾ അവര് ചുവപ്പ് പതാകയുടെ മുമ്പിൽ നിന്നുകൊണ്ടാ പറയുന്നത്. KT ജയകൃഷ്ണനെ മോർച്ചറി കയറ്റുമെന്ന് പിണറായി ഇതെങ്ങനെയാണ് ജോർജ് കുര്യൻ ഇതെങ്ങനെയാണ് ജോർജ് കുര്യൻ ഇത്തരം കാര്യങ്ങളെ ഇങ്ങനെ തരം താഴ്ത്തി പറയുക? എന്താണ് താങ്കൾ പറയുന്നത്? ഞാൻ ദയവായി താങ്കൾ ശ്രദ്ധിക്കൂ. ദയവായി താങ്കൾ ശ്രദ്ധിക്കൂ ശ്രീ ജോർജ് കുര്യൻ, താങ്കളുടെ അഭിപ്രായത്തിലേക്കും വരാം. ഒന്ന് ശ്രദ്ധിക്കൂ. ചോദ്യത്തിലേക്ക് ശ്രീ ജോർജ് കുര്യൻ ചോദ്യത്തിലേക്ക് വരും. എന്താണ് നിങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരണ രംഗത്തിറക്കിയിരിക്കുന്നത്? ജനാധിപത്യം വളരുന്നു, അവിടെ ജനാധിപത്യത്തിന്റെ വലിയ ശക്തികളെ UN അടക്കം ഉൾപ്പെടുത്തണമെന്ന് പ്രചരണം ആഘോഷിക്കുമ്പോൾ ആ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയറക്കും അവിടെ നിർത്തുന്നില്ല. ആ തലയറത്ത് തെരുവിൽ നൃത്തം ചെയ്യുമെന്ന് BJPയുടെ നേതാവ് പരസ്യമായി പറയുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചു. ഇതിനെയൊക്കെ ഈ ചോദ്യത്തോടുള്ള പ്രതികരണം വരുമ്പോൾ ഏതോ കാലത്ത് ആരോ എവിടെയോ എന്തോ പറഞ്ഞതിനെ കൂട്ടിക്കെട്ടിയാൽ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാവിന് എത്രമാത്രം ചേരും ശ്രീ ജോർജ് കുര്യൻ? നാണക്കേണ്ടല്ലേ? KT ജയകൃഷ്ണൻ എന്നോ എവിടെയോ കഴിഞ്ഞ നൂറ്റാണ്ട് ജീവിച്ചിരുന്നയാളല്ല. ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ പിണറായി വിജയനാണ് പറഞ്ഞത് ഇയാളെ ഞങ്ങൾ മോർച്ചറി കയറ്റുമെന്നാണ്. ശ്രീ ജോർജ് കുര്യൻ, ഇതിനോട് താങ്കൾക്ക് പ്രതികരിക്കാൻ കഴിയുമോ? എപ്പോഴും താങ്കൾക്ക് ഇതിനോട് പ്രതികരിക്കാൻ കഴിയുമോ ശ്രീ ജോർജ് കുര്യൻ? ആത്മാർത്ഥമായി അതാണ് ചോദ്യം. മൊത്തം ജനാധിപത്യത്തിലും വലിയൊരു പ്രതികരണവും ചർച്ചയും ആകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വപ്പെട്ട പ്രതികരണത്തിനാണ് താങ്കളെ പീപ്പിൾ TV വിളിച്ചത്. ആ ഉത്തരവാദിത്വവും ആർജവും താങ്കൾ പ്രതികരിക്കുന്നുണ്ട്. പ്രതികരണമാണ് രീതിയാണ് BJPയിലെ ഏതോ ഒരു താഴ്ന്ന നേതാവ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് BJPയുടെ നയമല്ല. പിണറായി വിജയനുമൊക്കെ പ്രസംഗിക്കുന്ന തരംതാണ രീതിയിൽ തന്നെയാണ് അയാളും പ്രസംഗിച്ചിട്ടുള്ളത്. അത് BJPയുടെ നയമല്ല. അയാൾക്കെതിരെ നടപടിയെടുക്കും. യാതൊരു സംശയമില്ല. അത് എന്ത് നടപടിയാണ്? ദാദ്രി അടക്കമുള്ളിടത്ത് വരുമ്പോൾ, ദക്ഷിണേന്ത്യയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ തല ഇറക്കുമെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി നടപടി. BJPക്കാർ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ തല ഇറത്താണോ തെരുവിൽ നൃത്തം ചെയ്യുക BJPയുടെ നേതാവ് പറയുമ്പോൾ എന്ത് നടപടിയാണ് ശ്രീ ജോർജ് കുര്യൻ ആർജവത്തോടെ താങ്കളുടെ പാർട്ടി എടുക്കേണ്ടത്? നിങ്ങൾ ആവേശങ്ങളില്ലാതെ, നിങ്ങൾ പിണറായി വിജയനല്ല, നിങ്ങള് DYFI പ്രവർത്തകനോ SFI പ്രവർത്തകനോ അല്ല, ഒരു മാധ്യമത്തിന്റെ ശ്രീ ജോർജ് കുര്യൻ ദയവായി ഒരു മാധ്യമം ഇത്തരത്തിൽ ഒരു കാര്യം, അതായത് ബീഫിനെ കുറിച്ച് പറയുമ്പോൾ പോർക്കിനെ കുറിച്ച് ചർച്ച നടത്തുകയൊക്കെ താങ്കൾ സ്ഥിരം എടുക്കുന്നതാണ്. പീപ്പിൾ TV ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നു. എന്തിനാണ് താങ്കൾ അത് പിണറായി വിജയനെയും CPIM-ലേക്ക് ചേർത്ത് വായിക്കുന്നത്? എന്റെ ചോദ്യത്തിന് താങ്കൾ പ്രതികരിക്കൂ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ. ഷുക്കൂറിനെ പിടിച്ചു നടത്തിയിട്ട് താലിബാനെ പോലെ തലയർത്തവരാണ്. ശ്രീ ജോർജ് കുര്യൻ, ഈ വാർത്ത താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഷുക്കൂറിന്റെ തലയർത്തവരാണ്. ശ്രീ ജോർജ് കുര്യൻ, ഈ വാർത്ത താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വാർത്തയോട് താങ്കൾ ഏതു തരത്തിൽ പ്രതികരിക്കുന്നു? ഏതെങ്കിലും ഭ്രാന്തൻ പറഞ്ഞാല് അത് BJPയുടെ നയമല്ല. എങ്ങനെയാണ് ശ്രീ ജോർജ് കുര്യൻ ഭ്രാന്താകുന്നത്? ഇവിടെ ചിന്നബാസവ പറയുന്നത് ഭ്രാന്താണെങ്കിൽ സ്വാതി പ്രാജ് പറയുന്നു ഷാരൂഖ് ഖാൻ പാകിസ്ഥാനിൽ പോയി ജീവിക്കണമെന്ന്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി താങ്കൾ ചുരുക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. ഇന്ന് സ്വാതി പ്രാജ് പറയുന്നു
യെസ്, സ്വാതിക് രാജ പറയുന്നു ഷാരൂഖ് ഖാനോട് പാകിസ്ഥാനിൽ പോകാൻ. എഴുത്തുകാരോട് ഇത്തരത്തിൽ നിങ്ങള് ഷുക്കൂറിന്റെ തല അറുത്തതുപോലെ ശ്രീ ജോർജ് കുര്യൻ പ്രാന്തൻ ബിജെപിക്കാരനോട് പ്രസംഗിച്ചു. ശ്രീ ജോർജ് കുര്യൻ എന്റെ ചോദ്യം വ്യക്തമാണ്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള തരം താണ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ടതുണ്ടോ ശ്രീ ജോർജ് കുര്യൻ? തരം താണായത് അയാൾ പറഞ്ഞത് ബിജെപിയുടെ നയമല്ല. നിങ്ങൾ ഇവിടെ തല അറക്കുന്നത് പോലെ അറക്കുമെന്ന് അവിടെയാണ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഓരോ ദിവസം തല അറക്കുകയാണ്. ശുക്കൂറിനെ അറക്കുന്നില്ലേ? ശ്രീ ജോർജ് കുര്യൻ പരസ്യമായി തെരുവിൽ ഒരു മുഖ്യമന്ത്രിയുടെ തല അറക്കുമെന്നും നൃത്തം ചെയ്യുമെന്നും പറയുമ്പോൾ ആ നേതാവ് ഇപ്പോഴും അവിടുത്തെ തെരുവീഥികളിൽ കൂടെ പ്രസംഗിച്ച് നടക്കുകയാണ്. ഒരു നടപടി ആർജവമുള്ളൊരു നടപടിയാണ് വേണ്ടതെങ്കിൽ പാർട്ടി അത് ഏതു തരത്തിലെടുക്കണം? അയാൾ ഇപ്പോൾ അഴി എണ്ണേണ്ട ആളാണ്. ഒരു മുഖ്യമന്ത്രിയുടെ തല അറക്കുകയും തെരുവിൽ നൃത്തം ചെയ്യുകയും എന്ന് പറയുന്നത് എത്രമാത്രം ചുരുക്കി കെട്ടിയാണ് ഒരു ആർജവമുള്ള നേതാവ് താങ്കൾ സംസാരിക്കുന്നത്? എന്താ നടപടി എടുത്തത്? അദ്ദേഹം കത്തെഴുതിയല്ലേ ശ്രീ ജോർജ് കുര്യൻ സംസ്ഥാനത്തിന്റെ ഒരു പ്രമുഖ നേതാവ് എന്നുള്ള രീതിയിൽ ഒരു മാധ്യമ സ്ഥാപനം മാധ്യമത്തിന് കിട്ടിയ ആ വാക്കുകൾ അനുസരിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ വ്യക്തമായ ചോദ്യം താങ്കൾ ചോദിക്കുമ്പോൾ താങ്കൾ ഏതൊക്കെയോ കാലഘട്ടത്തിൽ കിടന്ന് ഉരുളുമ്പോൾ താങ്കൾ പോലെയുള്ള നേതാക്കളുടെ ഈ ഉരുളൽ തന്നെയാണ് BJP എന്ന് പറയുന്ന ആ പാർട്ടി എടുക്കുന്ന ഇരട്ടത്താപ്പിന്റെയും തെളിവ്. അതുതന്നെയാണ് ഈ ചാനൽ ഈ ചർച്ച ഇപ്പോൾ പ്രേക്ഷകർ കാണുമ്പോൾ മനസ്സിലാക്കുന്നതും. നാണം കെട്ട ജനാധിപത്യം ശ്രീ ജോർജ് കുര്യൻ പറയാതെ വയ്യ ഒരു മാധ്യമ സ്ഥാപനത്തിന്. സമ്പത്തിലേക്ക് ശ്രീ സമ്പത്ത്, ജോർജ് കുര്യന്റെ ഉരുളലും പിഴിയലും ഒക്കെ താങ്കൾ കണ്ടു കാണും. ഇന്ത്യ ഒന്നടങ്കം ഭയത്തിന്റെ അസഹിഷ്ണുതയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ജോർജ് കുര്യൻ ചോദിച്ച ചോദ്യങ്ങൾ എത്ര വികലമാണ്. അതിനപ്പുറത്തേക്ക് ആർജവമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി എന്ത് നിലപാടും എന്ത് ആർജവുമാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ചർച്ചയിൽ പ്രകടിപ്പിക്കേണ്ടത്? ശ്രീ സമ്പത്ത്. അല്ല, ശ്രീ ജോർജ് കുര്യൻ ഇങ്ങനെയൊക്കെ പറയാനായി കഴിയുള്ളൂ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഈ പാർലമെന്റ് അംഗമായതിനു ശേഷം തന്നെ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുന്നു. ആരെയും നോവിച്ചിട്ടില്ലാത്ത ശ്രീ നാരായണൻ നായരെ എന്തിനാണ് RSSകാർ BJPക്കാർ കൊലപ്പെടുത്തിയത്? അദ്ദേഹത്തിന്റെ പുത്രന്മാരെ വകവരുത്താനായി വന്നു, മക്കളെ സംരക്ഷിക്കാനായി രംഗത്ത് വന്ന മനുഷ്യനെ തല വെട്ടിപ്പൊളിച്ച് പല കഷ്ണങ്ങളായിട്ട് ജോർജ് കുര്യന് ഒരു വേദനയും ഉണ്ടായില്ല. അവിടെ തനവച്ചോരം VTM NSS ITIയിൽ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള സജിൻ ഷാവുലിനെ ബോംബെറിഞ്ഞ് തല ചിഹ്നഭിന്നമാക്കി കൊലപ്പെടുത്തി. ആ കുട്ടിയുടെ മരണത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിങ്ങളിപ്പോഴും RSSലും BJPയിലും അവരെല്ലാം വെച്ച് വാഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പറയുന്നത് കേട്ടാൽ വളരെ ഗാന്ധിയന്മാരായി, അങ്ങേറ്റത്തെ അഹിംസാ വേദാന്തത്തിന്റെ അപ്പോസ്തലന്മാരായി, അങ്ങേയറ്റത്തെ, ഇനി അതിനപ്പുറം വേറൊന്നും പറയാനില്ല, ലോകത്തിൽ അങ്ങേയറ്റം ശാന്തിയുടെ ദൂതന്മാരായി ഈ മരണദൂതന്മാരെല്ലാം ഇങ്ങനെ ഈ ശ്രീ ജോർജ് കുര്യൻ വെള്ള പൂശാനായി ശ്രമിച്ചാൽ അദ്ദേഹത്തോട് സഹതപിക്കല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനില്ല. ഈ ഒരു കേന്ദ്ര മന്ത്രിസഭയിലെ ഒരംഗം സ്വാതി നിരഞ്ജന അവർ നടത്തിയ വളരെ പ്രകോപനപരമായ ഒരു പ്രസംഗമുണ്ട്. അവരോടൊരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല, അവരെ മന്ത്രിസ്ഥാനത്തൊന്നും മാറ്റിയിട്ടില്ല. നടപടി എടുക്കുമ്പോൾ എന്ത് നടയും പടിയുമാണ് എടുക്കാനായി പോകുന്നത്? ഒരു വടിയും എടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ജനറൽ VK സിംഗിൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇത് അതിനുശേഷം അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് രാജ്യത്തെ എക്സിക്യൂട്ടീവിന്റെ തലപ്പത്തുള്ള ആളുകൾ അവരുടെ മാനസികാവസ്ഥ വല്ലപ്പോഴും അല്ല ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പുറത്തു വരുന്നത്. അതൊരു യാദൃച്ഛിക സംഭവമൊന്നുമല്ല. ഇതാണ് അവരുടെ മാനസികാവസ്ഥ, അവരുടെ സൈക്കിളാണ്. ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സാക്ഷി മഹാരാജ് ആരാണ്? UPയിൽ നിന്നുള്ള BJPയുടെ MP ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇത്തരത്തിൽ ഗോമാംസം കഴിക്കുന്നവരെ കൊലപ്പെടുത്തണം, അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. ഇവിടെ നമുക്കെല്ലാം ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാവ്യ കൊടുത്ത സാക്ഷി മഹാരാജിനെ പോലുള്ള ചില ആളുകൾ അവരെല്ലാം ഇങ്ങനെ പറഞ്ഞ് അവരാണ് തീരുമാനിക്കേണ്ടത് എന്ന് വന്നല്ല. അദ്ദേഹത്തിന്റെ മേലെ എന്ത് നടപടിയാണ് BJP എടുത്തിട്ടുള്ളത്? ഒരു നടപടിയും അദ്ദേഹത്തിന്റെ മേലെ എടുത്തിട്ടില്ല. ശ്രീ സമ്പത്ത്, ഇത്തരം അവസ്ഥയിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? കാരണം വലിയ തോതിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ ജോർജ് കുര്യൻ ഈ ചർച്ചയിൽ പറയുകയുണ്ടായി, ആരാണ് ഇയാൾ, എവിടെയോ ഒരു ഭ്രാന്തൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ഇന്ത്യയിൽ ഉരുത്തിരിയുന്ന ഒരു രാഷ്ട്രീയ രീതി, അതൊരു അജണ്ട സെറ്റിംഗിന്റെ ഭാഗമായി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അതായത് BJP ഒരു ജനകീയ മുഖമായി ഇത്തരം നേതാക്കൾ ഈ തരത്തിൽ പ്രവർത്തിക്കുക, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പേരുകളടക്കം ഒരു കോർ ഗ്രൂപ്പ് ഒരു തീവ്ര അജണ്ടയുമായി മുന്നോട്ട് പോവുക,
അത് ശക്തമായ ഒരു ചേരിതിരിവ് രാജ്യത്ത് സൃഷ്ടിക്കുക, ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവരെ ഭയപ്പെടുത്തുക, അതൊരു അജണ്ട സെറ്റിംഗ് ആണ്. അങ്ങനെ നടക്കുമ്പോൾ തന്നെ മറ്റൊരു മുഖമായി ഞങ്ങൾക്കിതറിയില്ല, ഇത്തരം കാര്യങ്ങളിൽ BJP ജോർജ് കുര്യനെ പോലുള്ള വിശുദ്ധന്മാർ വിശുദ്ധ വാക്കുകളുമായി കാര്യങ്ങൾ പറയുക. ഈ അപകടം തിരിച്ചറിയുന്നുണ്ടോ ശ്രീ എ. സമ്പത്ത്? നേരത്തെ BJPക്ക് ഒരു സാത്വിക മുഖമുണ്ടായിരുന്നു. ആ സാത്വിക പരിവേഷം അവർ നൽകിയിരുന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്കാണ്. അപ്പോൾ BJPയുടെ നേതാക്കളും സംഘപരിവാറും എല്ലാം കാട്ടിക്കൂട്ടുന്നതായിട്ടുള്ള ഒരുപാട് വിക്രിയകൾ അവർ നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വേട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതിനൊരു കണ്ണീർ പൊഴിക്കാനായും രാജ്യത്ത് ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു മുഖമായി, അല്ലെങ്കിൽ BJP നേതാക്കൾ തന്നെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ മാസ്ക് ആണെന്നുള്ള മനുഷ്യത്വമുള്ള ഒരു മുഖംമൂടിയായിട്ടാണ് അദ്ദേഹത്തെ ഇന്നെടുത്ത് കാണിക്കാൻ കഴിയുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് ഇന്നത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ അങ്ങനെ ഒരു മുഖമായി അവർക്കെടുത്തൊരു മുഖംമൂടിയായി പോലും അണിയാനായി കഴിയില്ല. ഇവരെല്ലാവരും ദേ ആർ പാർട്ട് ആൻഡ് പാഴ്സൽ, അതല്ല എങ്കിൽ ദേ വേർ പാർട്ട് ആൻഡ് പാഴ്സൽ ആൻഡ് ദേ ആർ സ്റ്റിൽ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഇവിടെ ഇപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ 1.5 കൊല്ലക്കാലത്തെ ചരിത്രം പരിശോധിക്കുക. അതിന് മുമ്പ് അവരെന്ത് പറഞ്ഞു, അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് ചെയ്തു? ഇപ്പൊ ഏറ്റവും ഒടുവിൽ ലോ ഇന്റൻസിറ്റി കമ്മ്യൂണൽ ക്ലാഷസ് ആണ് പലയിടത്തും നടത്തുക. പണ്ട് അമേരിക്ക നടത്തിയതുപോലെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വലിയ യുദ്ധങ്ങളൊന്നും ലോകത്ത് നടത്തിയിട്ടില്ല. ചെയ്തിട്ടുള്ളതെല്ലാം കൊച്ചു കൊച്ചു യുദ്ധങ്ങൾ, അത്തരത്തിലുള്ള ക്ലാഷസും കോൺഫ്ലിക്ട്സുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും അവർക്ക് നല്ല കച്ചവട സാധ്യതകളോടുകൂടി തന്നെ അവരുടേതായിട്ടുള്ള സാമ്രാജ്യത്വത്തിന്റെ അവരുടേതായിട്ടുള്ള കരം അവിടങ്ങളിലെല്ലാം ചെന്നത് ആ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ തൊട്ടപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കാണുന്നതും അതിനു മുമ്പ് മധ്യപൂർവ്വ ദേശങ്ങളിൽ ഇറാഖിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതും ഇപ്പോൾ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നതുമെല്ലാം ഈ ലോ ഇന്റൻസിറ്റി ക്ലാഷസ് തന്നെയാണ്. ഇന്ത്യയിൽ മുസഫർ നഗർ ഇതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. ഇവിടെ ഈ പലയിടങ്ങളിലും ഗ്രാമങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള ഇവരുടേതായിട്ടുള്ള തേർവാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള 3 പാർലമെന്റ് അംഗങ്ങൾ ഡൽഹിയിൽ കേരള ഹൗസിൽ കുത്തിയിരുന്നപ്പോൾ അത് ഡൽഹി ആയതുകൊണ്ടാണ് അന്തർദേശീയ മാധ്യമങ്ങളടക്കം അത് അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സംഭവം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുത്തിയിരുന്നതിന് ശേഷം അദ്ദേഹം പേനയെടുത്ത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒരു കത്തെഴുതാനെങ്കിലും തയ്യാറായത്. ഇത്തരം സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർ എത്താൻ സാധ്യതയില്ലാത്ത കുഗ്രാമങ്ങളിൽ നടന്നാൽ അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ എല്ലാം ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാനായി കഴിയും. ഇതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം ഇത്ര ശക്തമായി നിൽക്കുമ്പോൾ തന്നെ മുസഫർ നഗർ താങ്കൾ സൂചിപ്പിച്ചു, സാധാരണക്കാരിൽ നിന്ന് ദാദ്രിയിലേക്ക്, സാധാരണക്കാരിൽ നിന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ പേരെടുത്തു പറഞ്ഞുള്ള ഈ നീക്കങ്ങൾ അത് എത്രമാത്രം ചുരുക്കിക്കെട്ടാൻ BJPക്കാർ ശ്രമിച്ചാലും അത് ചുരുങ്ങുമോ? അതിനപ്പുറത്തേക്ക് ഇത് ഉയർത്തുന്ന അപകടങ്ങൾ, അത് പാർലമെന്റും അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളും എത്രമാത്രം വിജിലന്റ് ആകണം? എ. സമ്പത്ത്, ദാദ്രയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ഇപ്പോൾ കണ്ടല്ലോ, കേരളത്തിന്റെ പടിവാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുകയാണ്. ഇത്തരത്തിൽ ഈ വർഗീയ ഫാസിസം കേരളത്തിന്റെ അതിർത്തികളിൽ സഹ്യപർവ്വതത്തിനപ്പുറത്തടക്കം വന്ന് നിന്ന് മുട്ടി വിളിക്കുകയാണ്. ഇന്ന് നമ്മുടെ അടുക്കളയിലേക്ക്, നാളെ നമ്മുടെ ഭവനങ്ങളിൽ എവിടേക്കൊക്കെയാണ് അവർ കടന്നു വരാൻ പോകുന്നത്? വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഈ ഒരു സ്ഥിതിവിശേഷം സംജാതമാകാനായി പോകുന്നത്. ഞാൻ എന്റെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വരുമ്പോഴാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഈ ചില വർത്തമാനങ്ങൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഒരു പ്രസ്താവന അടക്കം നമ്മൾ കേൾക്കുന്നത്. ഒരു വിശദീകരണവും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. കാരണം ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ പീപ്പിൾ TV തന്നെ പല ചർച്ചകളും നടത്തുമ്പോൾ BJP നേതാക്കൾ ഇക്കാര്യത്തിൽ വന്നിട്ട് പറയുക, കേരളം നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ രാഷ്ട്രീയ ധാരകളുള്ളത് സ്പെസിഫിക് ആണ്, അത് പാർട്ടും കമ്പാർട്ട്മെന്റുമാണ് രാഷ്ട്രീയപരമായി. അവിടെ CPIM-ന് ഇടതുപക്ഷ കക്ഷികൾക്ക് അവരുടേതായ നിലപാടുണ്ട്, പോരാട്ടങ്ങളും കോൺഗ്രസിനും അതോടൊപ്പം മുസ്ലിം ലീഗിനുമൊക്കെയും RSSനും BJPക്കുമുണ്ട്. ഈ കമ്പാർട്ട്മെന്റിന് അകത്തു നിന്നുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഉരസലുകൾ ഉണ്ടാകും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ ബീഫ് രാഷ്ട്രീയത്തെ, ഭക്ഷണത്തെ, മുസാഫറിനെ, ദാദ്രിയെ, ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയുടെ തലയറക്കലിലേക്ക് എത്തിയ സംഭവത്തെ കേരളത്തിലെ രാഷ്ട്രീയ ധാരയുമായി, അവിടുത്തെ ഉരസലുകളുമായി ഈ BJPക്കാർ ചേർത്ത് വായിച്ചാൽ ഈ ഇപ്പോഴുണ്ടാകുന്ന, താങ്കൾ തന്നെ സൂചിപ്പിക്കുന്ന മുസഫറും ദാദ്രിയും ഇപ്പോൾ കർണാടകയും ഒക്കെ ഇതുമായി താരതമ്യപ്പെടുത്താവുന്നതാണോ ശ്രീ എ. സമ്പത്ത്? അതോ വികലമായ ഒരു ചേർത്തു വായിക്കൽ, BJPയുടെ അടവു നയം, ഏതു തരത്തിലാകും രാഷ്ട്രീയപരമായി ഈ വിഷയങ്ങളെ താങ്കൾ വേർതിരിക്കുക? ഇതൊന്നും യാദൃച്ഛികമായ സംഭവങ്ങളല്ല.
ഈ ദാദ്രയിൽ സംഭവിച്ചതോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു സംഗീത പരിപാടി വേണ്ട എന്നുള്ളതിലേക്ക് ശിവസേനയാണ് പറഞ്ഞത് എങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് അപലപിക്കുകയാണ്. എന്നാൽ ശിവസേനയുമായി നിങ്ങൾ എന്തിനാ കൂട്ടുകൂടി ഭരിക്കുന്നത്? ഈ ഗവൺമെന്റിന് ഒറ്റയ്ക്ക് തന്നെ 33% വോട്ടാണ് ആകെ ലഭിച്ചതെങ്കിൽ പോലും ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടല്ലോ. ശിവസേന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ മാനത്തിനുമെല്ലാം ഇത് കേടാണ്. അങ്ങനെ കൂട്ടരുമായിട്ട് വേണ്ട. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP-ക്കെതിരായി അവർ മത്സരിക്കുകയൊക്കെ ചെയ്തല്ലോ. എന്നാലും ശിവസേന അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒന്ന് A ടീമാണെങ്കിൽ മറ്റൊന്ന് B ടീമാണ്, മറ്റൊന്ന് C ടീമാണ്, മറ്റൊന്ന് D ടീമാണ്. ഇവിടെ വിവിധ മേഖലകളിൽ ഈ സംഘപരിവാർ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർ പറയുന്നത് അവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഇവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല, ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, അത് ഞങ്ങൾക്കറിയില്ല, ഇത് ഞങ്ങളുടെ അജണ്ടയല്ല, അത് ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. ഇവരുടെ തന്നെ നേതാക്കന്മാർ ഇവിടെ എക്സിക്യൂട്ടീവ് ഹെഡുകളായിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇതെല്ലാം ഈ അവരുടെ അറിവും സമ്മതവും പ്രോത്സാഹനത്തോടും കൂടിയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. ഇതിലെല്ലാം ഇവർ പരസ്പരം ഉത്സാഹികളും സഹായികളും. ഞാൻ അഭിഭാഷകരുടെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ കേസ് ചാർജ് ചെയ്യുമ്പോൾ എഴുതുന്നതായിട്ടുള്ള കോൺസ്പിറസി, അങ്ങനെ കോൺസ്പിറസി അലിജ് ചെയ്യുമ്പോൾ ഒരു ഗൂഢാലോചന കേസിൽ അവർ എഴുതുന്നതായ ഒരു വാചകമുണ്ട്. ഈ പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായിരുന്നു എന്നുള്ളത്. അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അറിയാത്തതാണെന്ന് ഒരു ശിശുവിന്റെ നൈർമല്യത്തോടു കൂടിയാണ് ഇവരെല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നും അറിയാതെ പോയതാണ്. അയ്യോ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല ഭഗവാനെ എന്നുള്ള നിലയിലാണ് അവർ പറയുന്നതെങ്കിൽ അങ്ങനെ ജനങ്ങളെ അവർ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ടതായിട്ടില്ല. വളരെ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ട തന്നെയാണ് അവർ നടപ്പാക്കുന്നത്. അത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ്, ഏറ്റവും ക്രൂരമാണ്. അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടമാണ്. കേരളം ഇത് ചെറുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കോൺഗ്രസും ലീഗുമെല്ലാം ഇക്കാര്യങ്ങളിൽ പല കാരണങ്ങളാൽ ഇവരുമായി സന്ധി ചെയ്യാനോ കീഴടങ്ങാനോ ഒക്കെ തയ്യാറായാലും കേരളത്തിലെ ജനത മുട്ടിലിഴയാൻ തയ്യാറല്ല. ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. താങ്കൾ തിരക്കിലാണെന്ന്, കൊട്ടിക്കലാശത്തിന്റെ തിരക്കാണെന്നും അറിയാം. ഈ ചർച്ച താങ്കൾ ഇപ്പോൾ പറയുമ്പോൾ തന്നെ വിവിധ വിഭാഗങ്ങൾ, അതിഹൈന്ദവത അടക്കം അജണ്ട സെറ്റിംഗ് അക്കാര്യത്തിൽ വ്യക്തമായ സൂചനകളായി മുസഫറും ദാദ്രിയും ഇപ്പോൾ കർണാടകയും ഒക്കെ താങ്കൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ആ കാര്യങ്ങൾ ചർച്ചയിൽ വരുമ്പോൾ കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന സ്ഥിതിഗതികളെ ഇതുമായി കൂട്ടിക്കെട്ടുന്നതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ ശ്രീ എ സമ്പത്ത്? ഇവിടെ BJP-ക്കും RSS-നും എല്ലാം വേണ്ടത് ഇടതുപക്ഷത്തിന് വിശേഷിച്ച CPI-എമ്മിനെ ഏതെങ്കിലും വിധത്തിൽ നേരിടുക, വകവരുത്തുക എന്നുള്ളതാണ്. ഇവിടെ UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ളതും ആ ആക്രമണങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളതും അടക്കം CPI-എമ്മിന്റെ പ്രവർത്തകരാണ്, ഇടതുപക്ഷ യുവജന സംഘടനാ പ്രവർത്തകർ തന്നെയാണ്. കണക്കുകൾ അതാണ് തെളിയിക്കുന്നത്. ഇവിടെ CPI-എമ്മിനെ ഈ വിധത്തിൽ നേരിട്ടാൽ, ഈ വിധത്തിൽ CPI-എമ്മിനെ തളയ്ക്കാൻ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനെ നേരിടുക എന്നുള്ളതൊന്നും BJP-ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം അവരത് നേരത്തെ തന്നെ ഗുജറാത്തിലായിരുന്നാലും ഉത്തർപ്രദേശിലായിരുന്നാലും അവരെല്ലാം അത്തരത്തിൽ നന്നായി അവിടെ അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ഇന്നലത്തെ കോൺഗ്രസിന്റെ കേന്ദ്രമന്ത്രിമാരടക്കം ഇന്ന് BJP-യുടെ നേതാക്കന്മാരായി നമ്മുടെ നാട്ടിലടക്കം ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നല്ലോ. നിങ്ങൾ നിരവധി പേരെ കണ്ടതല്ലേ? കഴിഞ്ഞ ഗവൺമെന്റിൽ പങ്കാളികളായിരുന്നവരും കഴിഞ്ഞ പാർലമെന്റിൽ കോൺഗ്രസിന്റെ MP-മാരായിരുന്ന പലരും ഇന്ന് അപ്പുറത്ത് BJP-യുടെ MP-മാരായിരിക്കുന്ന കാഴ്ച പോലും നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത്തരം പതാകകൾ മാറുകയും കുപ്പായം മാറുകയും എല്ലാം ചെയ്യും. കോൺഗ്രസിന്റെ കുപ്പായം അണിഞ്ഞ് BJP-യുടെ മനസ്സുമായി നടക്കുന്ന MP-മാർ പോലും നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ വാസ്തവത്തിൽ ഇതിനെ ചെറുക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ അത് CPI-എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ്. ആ പോരാട്ടം തന്നെയാണ് കേരളത്തിൽ തുടരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തേത് ഇപ്പോൾ മറ്റന്നാൾ രാവിലെ മുതൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറ്റ് 7 ജില്ലകളിൽ അവരുടേതായ അഭിപ്രായം കൃത്യമായ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രകടിപ്പിക്കുകയും ചെയ്യും. യെസ്, വളരെ നന്ദി ശ്രീ എ സമ്പത്ത്. വലിയ തിരക്ക്, ആ തിരക്ക് ഇടയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനൊപ്പം കൊട്ടിക്കലാശത്തിന്റെ തിരക്കിനിടയിൽ നിന്നും JR പത്മകുമാർ, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, എത്രമാത്രം അപകടകരമാണ് അതാണ് എ സമ്പത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കർണാടക മുഖ്യമന്ത്രിയുടെ തലയറക്കുമെന്നും ആ തലയുമായി തെരുവിൽ നൃത്തം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുക ഒരു നിലപാടിന്റെ പേരിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു BJP നേതാവ് ചിന്നബാസപ്പ, എന്തൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്? ആശങ്കയെന്നാണ് എ സമ്പത്ത് പറയുന്നത്. സമ്പത്ത് അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും കറക്റ്റായ കാര്യമെന്ന് പ്രതിപക്ഷം. അതെന്ത് പറഞ്ഞാല് 3 ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കും. അതല്ലാതെ ഇതിനകത്ത് എന്താ കാര്യമുള്ളത്? ഈ അടുത്ത ദിവസം ശ്രീ JR പത്മകുമാർ ഇടയ്ക്ക് ഇടപെടേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പും അതിനപ്പുറത്തേക്കാണ് ഈ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തലയറക്കുമെന്നൊരു നേതാവ് തെരുവിൽ പ്രസംഗിക്കുക, അയാൾ ഇപ്പോഴും ആ തെരുവിൽ വളരെ സ്വതന്ത്രമായി നടക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ വിഷയനെ സംബന്ധിച്ച നിലപാട് ഓൾ ഇന്ത്യ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറം വേറൊരു നിലപാടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ JR പത്മകുമാർ ഇത്തരം കാര്യങ്ങൾ രാജ്യത്ത് ആവർത്തിക്കുന്നു? മുസഫർ നഗർ പറഞ്ഞപ്പോഴും താങ്കൾ അടക്കമുള്ളവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ദാദ്രിയിൽ ഒരു സാധാരണക്കാരന് നേരെ ആക്രമണം ഉണ്ടായപ്പോഴും താങ്കൾ അടക്കമുള്ളവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കൾ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ.
ഇന്ന് ഷാരൂഖ് ഖാൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് സ്വാതി പറഞ്ഞപ്പോഴും ജെയ്റ്റ്ലി അടക്കമുള്ളവർ പറയുന്നു ഞങ്ങൾ ഇത് അറിയുന്നില്ല. ഇന്ന് കർണാടക മുഖ്യമന്ത്രിക്ക് നേരെ പറയുമ്പോഴും ഞങ്ങൾ ഇത് അറിയുന്നില്ല. പിന്നെ ആരാണ് ഇത് അറിയുന്നത്? ആരാണ് അറിയേണ്ടത്? ഞാൻ അത് ഇത് BJP അധികാരത്തിൽ വരുമെന്ന് തുടങ്ങിയ സമയം തൊട്ട് തുടങ്ങിയ ഒരു ക്യാമ്പയിന്റെ ഭാഗമല്ലേ ഇത്? ഇടതുപക്ഷവും ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില ആക്ടിവിസ്റ്റുകളും കൂടെ ചേർന്നിട്ട് ഒരുക്കുന്ന ഒരു കളിയല്ലേ? ഇടതുപക്ഷവും മാധ്യമങ്ങളും അതിനപ്പുറത്തേക്ക് ശ്രീ JR പത്മകുമാർ, ഇടതുപക്ഷവും മാധ്യമങ്ങളും അതിനപ്പുറത്തേക്ക് ഒരു കോസ് ഉണ്ടെങ്കിൽ ഒരു മീഡിയയ്ക്ക്, അത് ഏത് മീഡിയ ആവട്ടെ, അവർക്കൊരു കാരണമുണ്ടെങ്കിൽ അത് ചർച്ചയാക്കും, അത് വാർത്തയായി കൊണ്ടുവരും. നമ്മൾ ഗവേഷണം ചെയ്യുന്നതല്ല JR പത്മകുമാർ. ഈ ചിന്നബാസപ്പയുടെ വാക്കുകൾ പീപ്പിൾ TV പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിനെ പ്രതിപക്ഷത്തേക്കും മറ്റു മാധ്യമ അജണ്ടയുമായി പെടുത്തേണ്ടതെന്ത്? നടന്ന സംഭവം ദാദ്രി പറഞ്ഞപ്പോഴും മുസഫർ പറഞ്ഞപ്പോഴും അടക്കം നടന്ന സംഭവങ്ങൾ ചർച്ചയാക്കുന്നു. ഒരു തീവ്രമായി ഇത്തരം നേതാക്കളെ കടിഞ്ഞാണിടാൻ എന്തുകൊണ്ട് BJPക്ക് സാധിക്കുന്നില്ല? അതോ ഒളിച്ചു കളിക്കുകയാണോ? ഞാനും ചോദിക്കട്ടെ, ഞങ്ങളാരെങ്കിലും നിങ്ങളുടെ BJPയുടെ ഏതെങ്കിലും ലീഡേഴ്സ് ഇത്തരത്തിൽ പറയുന്നുണ്ട്? ഞങ്ങൾ പറഞ്ഞ ഒന്നോ രണ്ടോ ആളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച മേലിൽ ആവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ BJPയുടെ മേൽ കെട്ടിവെക്കുന്നത്. ഇപ്പൊ ഒന്ന് രാവിലെ രാജേഷ് MP പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇവിടുത്തെ ഏതോ ഒരു മെസ്സില് പോലീസിന്റെ അത്തരം കാര്യങ്ങൾ JR പത്മകുമാർ, അത്തരം കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ ഇന്ന് അവിടെ നടന്നിട്ടുള്ള കാര്യം, BJP നേതാവാണ്, BJP ഘടകങ്ങൾ അവിടെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അവിടെ സ്വതന്ത്രനായി നിൽക്കുന്നു. ആർജവുമുള്ള എന്ത് നിലപാടാണ് പാർട്ടി നേതൃത്വം ഇദ്ദേഹത്തിനെതിരെയും ഇതേപോലെ പ്രതികരിക്കുന്ന BJPയുടെ മറ്റ് നേതാക്കൾക്കെതിരെയും സ്വീകരിക്കേണ്ടത്? ശ്രീ JR പത്മകുമാർ. ജോർജ് കുര്യനെ ശ്രീ JR പത്മകുമാർ, അദ്ദേഹം ഇതാണ് രാജ്യത്തുരുത്തിരിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇതുമായുള്ള പ്രസ്താവനയ്ക്ക് പ്രതികരണത്തിന് ഒരു മാധ്യമ സ്ഥാപനം വിളിച്ചാൽ ജോർജ് കുര്യന്റെ ഉരുണ്ടുകളി നാടകം, JR പത്മകുമാറിനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ പിന്നെ കിട്ടാതെ വരിക. അരുൺ ജെയ്റ്റ്ലി പത്രസമ്മേളനത്തിൽ വരുന്നു, മാധ്യമങ്ങൾ ചോദിക്കുന്നു ഷാരൂഖ് ഖാൻ പാകിസ്ഥാനിൽ പോകണമോ? അരുൺ ജെയ്റ്റ്ലി തിരിഞ്ഞും പിരിഞ്ഞും ചിരിക്കുക. മറ്റു നേതാക്കളൊക്കെയും എന്താണ് BJPക്ക് ഇക്കാര്യത്തിൽ ഒളിക്കാനുള്ളത്? നേതാക്കൾ ഒളിച്ചോടുമ്പോൾ അതുതന്നെയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ സംശയവും ജനാധിപത്യ ഇന്ത്യയിൽ ഉണ്ടാക്കുക. സിജു സുഗതൻ, ന്യൂസ് ഡെസ്കിൽ നിന്നും. സിജു, ജോർജ് കുര്യന്റെ ഒളിച്ചോട്ടം, JR പത്മകുമാറിന് മറുപടിയില്ലാതെ വരിക. ചോദ്യം ഇതായിരുന്നു, എന്ത് കനത്ത നടപടിയാണ് എതിർക്കുന്നെങ്കിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നാണ്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ ഭീഷണി, അതിന്റെ ഗൗരവം ചിന്നബാസപ്പയുടെ വാക്കുകളിൽ ഇന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങളിൽ ഏതു തരത്തിലാണ്? പ്രദീപ്, നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മളോട് സംസാരിച്ച രണ്ട് BJP നേതാക്കൾ, ഒന്ന് JR പത്മകുമാറും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും, രണ്ടുപേരും ഇതിനെ സംബന്ധിച്ച്, അതായത് മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്ന വിഷയമാണെന്ന തരത്തിലാണിത് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഇത് BJPയുടെ കൃത്യമായ നിലപാടാണ്. ഇത് തുടക്കം മുതൽ തന്നെ BJPയുടെ ദേശീയ നേതാക്കളും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളും ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് നേരത്തെ ഇക്കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ, അതോടൊപ്പം എഴുത്തുകാർക്ക് നേരെ, അതോടൊപ്പം മറ്റ് സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെയാണ് അവർ വാളോങ്ങിയിരുന്നതെങ്കിൽ ഇത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ തന്നെ ഇത് ആദ്യമായി BJP രംഗത്തെത്തിയിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമല്ല, ഇതൊരു തുടർച്ചയാണെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കാരണം നിങ്ങൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ BJP ആണ്, അല്ലെങ്കിൽ ശിവസേനയാണ്, ഇവിടുത്തെ സംഘപരിവാർ ശക്തികളാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ചെന്നബാസപ്പ എന്ന് പറയുന്ന BJP നേതാവ് ഷിമോഗയിൽ നടത്തിയ പ്രസംഗം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യ അല്ല, ദക്ഷിണേന്ത്യയിൽ നിന്ന്, കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് താൻ അധികം സമയം വേണ്ട എന്ന് ആണ് പറഞ്ഞു വെക്കേണ്ടി വരുന്നത്. ഏതായാലും ഇന്ന് മുതൽ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. കേരളം അടക്കമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം തന്നെ ഈ വിഷയങ്ങൾ പ്രതികരിക്കേണ്ടതായി വരും ദിവസങ്ങൾ വരും. ഏതായാലും ചെന്നബാസപ്പ എന്ന് പറയുന്ന നേതാവ്, BJP നേതാവ് ഷിമോഗിയ നടത്തിയ പ്രസംഗത്തിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്ന കർണാടക മുഖ്യമന്ത്രിയുടെ തലയിറക്കും, ബീഫ് കഴിച്ചാൽ അദ്ദേഹത്തിന്റെ തലയിറക്കുമെന്നും അതിന് അനുകൂലമായ നിലപാടെടുത്താൽ എന്ത് കാണുമെന്നും കാട്ടിത്തരാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രദീപ്. സിജു സുഗതൻ, ന്യൂസ് ഡെസ്കിൽ നിന്നും.